കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി ഞാൻ രണ്ടാം ഭാഗമായിട്ട് പറയുവാണ്. നിങ്ങൾ എന്ത് പഠിക്കാൻ പഠിക്കുന്നെങ്കിലും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റിയിലാണ് സൈബർ സെക്യൂരിറ്റി വരുന്നത്. ഇഷ്ടംപോലെ ബിസിനസ്സാണ് സൈബർ സെക്യൂരിറ്റി ഉള്ളത്. ആദ്യം നിങ്ങൾക്ക് എവിടോട്ട് എൻ്റർ ചെയ്യാനൊരു വേ എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷനാണ്. അതിപ്പം നമ്മളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എടുക്കുന്ന സർട്ടിഫിക്കേഷൻ എങ്ങും ഒരു വില കാണത്തില്ല. ഓരോ വെണ്ടർ തരുന്ന സർട്ടിഫിക്കേഷൻ, മൈക്രോസോഫ്റ്റിനെ കുറിച്ച് എടുക്കുന്ന സർട്ടിഫിക്കേഷനാണെങ്കിൽ അതിൻ്റെ സൈറ്റിൽ പോയിട്ടാണ് എക്സാം എഴുതേണ്ടത്. ഇപ്പോൾ ട്രെയിനിങ് തരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കേഷനാണ് തരുന്നത്. യുഡെമി പോയാലോ കോഴ്സറെ പോയാലോ അത് തരുന്ന അവരൊരു ഇൻ്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് യുഡെമി സർട്ടിഫിക്കേഷൻസ്. മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ അത്. അപ്പോൾ കോഴ്സ് മീൻസ് ട്രെയിനിങ് തരുന്നവർ നമുക്ക് വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കേഷൻസ് അല്ല തരുന്നത്, ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കോഴ്സുകൾ ചൂസ് ചെയ്യാനും. അത് ഏത് ഡൊമൈനും എല്ലാവരും പറയുന്ന പോലെ എത്തിക്കൽ ഹാക്കിങ്ങും സോക്കും മാത്രമല്ല, അതർ ഡൊമൈനിൽ അതർ ടൂൾസും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം. എന്നിട്ട് ലിങ്ക്ഡിനകത്ത് നിങ്ങൾ ഏത് ടൂളാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ഏത് ഡൊമൈനിൽ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ട് ആ ടൂളിൽ വർക്ക് ചെയ്യുന്നവരടുത്ത് ലിങ്ക്ഡിനിൽ പോയി കണക്ട് ചെയ്യണം. ആ ടൂളിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ആ ടൂളിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കണം, അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കണം. അതിനനുസരിച്ച് ആ ടൂളിൽ പഠിക്കണമെങ്കിൽ, ആ ഒരു ഡൊമൈൻ പഠിക്കണമെങ്കിൽ അതെന്തൊക്കെയാണ് നമ്മൾ ഇനി അപ്സ്കിൽ ചെയ്യേണ്ടത്, അത് വെച്ച് അപ്സ്കിൽ ചെയ്യണം. അതുപോലെ ഓരോ ഈ സൈബർ സെക്യൂരിറ്റി കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ ആളുകളായിട്ട് നെറ്റ്വർക്ക് ചെയ്യണം ലിങ്ക്ഡിനിൽ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ എന്തെങ്കിലും ആയിത്തീരും. കേരളത്തിൽ എല്ലാവരും ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, ഒരു ഡൊമൈൻ ചൂസ് ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. അതാണിപ്പം നമ്മുടെ ഷോർട്ടേജ്. അപ്പം ഫസ്റ്റ് ഞാനിതിപ്പം ഇങ്ങനെ കണ്ടൻറ് ബൈ കണ്ടൻ്റായിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ കുറേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം. ഞാൻ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെ കേരളത്തിലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു 100 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ അതിനകത്തൊന്നുമില്ല, കുറച്ച് സൈബർ സെക്യൂരിറ്റി താല്പര്യമുള്ളവർ വരും. ഞാനും വലിയ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ലോകചരിത്രമായാലും എന്തായാലും കുറേ ഞാൻ ഇന്നർ ഒബ്സർവ് ചെയ്യുന്ന സാധനങ്ങളാണ്. എന്നെക്കൊണ്ട് കഴിയുന്നത് പറഞ്ഞു തരാം. എനിക്കൊരു ജോലി മേടിച്ച് തരാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ, ഞാൻ എന്തൊക്കെ വഴികൾ പറഞ്ഞു തരാം. എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റി പഠിക്കണമെന്നും, എന്ത് വഴി ചെന്നാൽ ജോലി കിട്ടണമെന്നും, എന്തൊക്കെ ട്രെയിനിങ് ആണെന്നും, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണെന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ഇതൊരു പാർട്ട് 2 ആയിട്ട് കണ്ടാൽ ഞാനിത് അപ്ലോഡ് ചെയ്യാം. 1 by 1 ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യാം. എന്നെക്കാളും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് കാണും. ഞാൻ സാധാരണക്കാരിയാണ്. എനിക്ക് ടോട്ടൽ IT-യിൽ എനിക്ക് 17 ഇയേഴ്സ് ഓഫ് കരിയർ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഇയേഴ്സ് ഗ്യാപ്പിനകത്ത് 10 ഇയേഴ്സ് ഗ്യാപ്പ്, 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിനകത്ത് ടോട്ടൽ സൈബർ സെക്യൂരിറ്റി 4 ഇയേഴ്സ് എക്സ്പീരിയൻസേ ഉള്ളൂ. അത്രയും നാൾ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചതും കാര്യങ്ങളും ഒരു വർക്ക് ചെയ്തതിനേക്കാളും കൂടുതൽ ഞാൻ കാര്യങ്ങളെ ഓവറോൾ ഒരു മേളിൽ നിന്നുള്ള ഒരു ആംഗിളിൽ നോക്കുമായിരുന്നു. ഇപ്പോൾ മേളിലത്തെ ഒരു ലോകത്തിൻ്റെ ഗ്ലോബ് എടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ ഗ്ലോബ് നോക്കുന്ന പോലെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബ് എടുത്തിട്ട് മേളിൽ നിന്ന് നോക്കിയിട്ട് അത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ ഓവറോൾ മനസ്സിലാക്കിയത്. അത് വെച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് എനിക്കൊരു പ്രോഫിറ്റ് ഇല്ല, കുറച്ച് പേർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നെങ്കിൽ ബെനിഫിറ്റ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഇതുപോലെയുള്ള ഫ്രീ ടൈമിൽ പറഞ്ഞു തരാം. എപ്പോഴും സമയം കിട്ടത്തില്ല, ഇത് വെച്ച് പറഞ്ഞു തരാം. ചോദിച്ചാൽ മതി, ഇൻബോക്സിൽ വന്നാൽ മതി. ഇത് കരിയർ അഡ്വൈസോ എന്ത് വേണമെങ്കിലും പറഞ്ഞു തരാം.